10 ലക്ഷം രൂപ ആദ്യം തരികയും 1 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പുള്ളിക്ക് പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് ഇത് ഷൂട്ട് ചെയ്താൽ മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് പേരാണ് വെച്ചപ്പോൾ ഷൂട്ട് ചെയ്തിരുന്നു. ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ കോളേജിൽ പോയിട്ടില്ല. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപ തന്നു. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ടൊന്ന് പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസ സ്റ്റേറ്റ്മെന്റ്. അവർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് അവസരം തന്നതിൻ്റെയും കുഴപ്പമില്ല, ഹരീഷിന് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവരെ ഹരീഷ് കണാറിൻ്റെ ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു. ഹരീഷ് കണാറിന് 50 ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം. ഹരീഷ് കണാർ 50 ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാവുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ ഒരു മിനിമം ഒരു 15 ലക്ഷം വേണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ആ സിനിമയിൽ നിന്ന് മാറ്റിയത്. ശരിക്കും ഏറെ സിനിമയിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയായി. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ക്യാരക്ടറുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ചെലവാക്കേണ്ടി വന്ന ഒരു വലിയ സിനിമയാണ് AR. അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പൊ നിങ്ങൾക്കറിയാം, ജഗദീഷ് ചേട്ടനുണ്ട്, സുരഭി ഉണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ അഭിനയിച്ചൊരു പടമാണ്. ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമ്യൂണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നില്ല. അതിൽ നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത്, ടെക്നിക്കൽ സൈഡിൽ മുടക്കേണ്ടത് കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് അധികം പൈസ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ അവരോട് ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെ അതിനകത്ത് ഫിക്സ് ചെയ്തത്. ഇപ്പൊ ഈ പണ്ട് പോലെ ഇങ്ങോട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് നോക്കാം. ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചിലപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിന്റെ പേരിൽ തർക്കിക്കാനൊന്നും പോകാറില്ല. അവർ ആ സിനിമയുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാനാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പടത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത്. ഹരീഷ് കണാറിന് 50 ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം. ഹരീഷ് കണാർ 50 ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാവുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ ഒരു മിനിമം ഒരു 15 ലക്ഷം വേണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ആ സിനിമയിൽ നിന്ന് മാറ്റിയത്. ഡോക്ടർ സക്കരിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാം എന്ന് ഡയറക്ടറോട് പറയുകയും ഡയറക്ടർ എന്നിട്ട് പ്രൊഡ്യൂസറോട് പറയും ഞാനൊന്ന് പുള്ളിയെ വിളിച്ച് സംസാരിക്കട്ടെ, എനിക്ക് കുഞ്ഞിരാമായണം പോലുള്ള ബന്ധമാണ് അയാളുമായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് ആ പടം നഷ്ടപ്പെട്ടതും മറ്റൊരു ആർട്ടിസ്റ്റിനെ ആ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചോദിക്കാവുന്നതെല്ലാം ചോദിക്കാം. ഉൾപ്പെടെയുള്ള ആളുകള് ഒരു വിധത്തിൽ അദ്ദേഹത്തിലേക്ക് കോളുകൾ എത്തിയില്ല, അതായത് ഹരീഷ് കണാറിലേക്ക് വിളിച്ചിട്ട് കോളുകൾ എത്തിയില്ല എന്നാണ് ഹരീഷ് കണാറിനും ഈ ഇവർക്ക് ഇടയിലുള്ള മധ്യസ്ഥനായിട്ടുള്ള ഒരാൾ പറഞ്ഞതെന്നും അത് പിന്നീട് ബാദുഷയാണെന്നും ഹരീഷ് കണാറിനെ അവകാശപ്പെട്ടാണല്ലോ ചെയ്തത്. എന്തായാലും ഇതിനൊരു ഫാക്ച്വൽ ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാമല്ലോ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാം. പ്രവീണക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല, പ്രവീണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡയറക്ടറോട് പ്രൊഡ്യൂസറോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അവര് പറയട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ. ഞാൻ ഹരീഷ് കണാറിന്റെയും മറ്റു വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ടൊന്ന് നടന്മാർ അത് ഏകദേശം 5 വർഷക്കാലം ഇവരെല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിട്ടും ഞാനാണ്. അപ്പൊ അതിന് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ, അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, എനിക്ക് ആ പൈസ കണക്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്ന ഒരു സമയമാണ് ആ കാലഘട്ടം. പക്ഷെ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കുന്നുണ്ട്. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് 3 പേരോടും പൈസ ആവശ്യപ്പെടുകയും അതിൽ ആദ്യത്തെ മറ്റു 2 ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞ പോലെ തന്നെ 20 ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് വെറുതെ എനിക്ക് തിരിച്ചു തരണ്ട, അതായത് ബാലക്ക് ഞാൻ വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ, നിങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ, അപ്പൊ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എനിക്ക് തന്നു.
ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപ തന്നു. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം എന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട്. അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ ആദ്യം തരികയും 1 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പുള്ളിക്ക് പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ കാശ് തിരിച്ചു വെച്ചുള്ളൂ. അന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞിട്ട് എന്തെങ്കിലും നിവൃത്തിയിലായിരുന്നു. ഞങ്ങൾ അതിന് 2 പാടും ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഷിപ്പ് എന്തെങ്കിലും ഉണ്ടാവില്ല, എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ തരാം. അപ്പൊ പുള്ളിയൊക്കെ പറയും എനിക്കതൊന്നും കുഴപ്പമില്ല, എനിക്ക് സിനിമ ഒന്ന് പിടിച്ചെന്നാൽ മതി, ഒരു പടത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരും എന്നാണ് പുള്ളി എന്നോട് ആവശ്യം. അപ്പൊ 20 ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബോധ്യമാകും. ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു. അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണ്. ഏകദേശം 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തു. അയാളുടെ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത് സിനിമകളുടെയും ലിസ്റ്റാണ്. ഏകദേശം 72 സിനിമകളുണ്ട്. ഈ 72 സിനിമകളിൽ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളം അയാൾ തരണം? അയാളോട് ചോദിക്കൂ, അയാൾ ബാദുഷാക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 100 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ? സന്തോഷത്തോടുകൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു. നമ്മളെ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ. ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ട്. നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റുള്ള 2 ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണ പോലും പുള്ളി ഇങ്ങോട്ട് കാണിച്ചില്ല. ഒരു രൂപ പോലും എനിക്ക് പണിയെടുത്ത് തന്നിട്ടില്ല. 5 വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു. 5 വർഷം അയാൾക്ക് 72 സിനിമകളും ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. പണിയെടുത്ത അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക. അതായത് പുള്ളിയുടെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട്, പുള്ളിയുടെ ജീവിതത്തിൽ ഒരു അടുക്കവും ചിട്ടമൊക്കെ വന്നത് ബാധിക്കാൻ കൂടെ വന്നതിന് ശേഷമാണെന്ന് അയാൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിലൊരു അവസരം റെഡിയാക്കി തരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഏകദേശം ഒരു 5 വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല. ഞാൻ പ്രൊഡക്ഷൻ സൈഡിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് അധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനിടയിൽ ആകെ വർക്ക് ചെയ്ത 3 സിനിമകൾ ഇതൊക്കെയുള്ളൂ. ഒന്ന് ഈ ARM, അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമയാണ്. അതിലെ അതിന്റെ ഡയറക്ടർ പ്രജിത്തും അതിന്റെ റൈറ്റർ ജൂഡ് ആന്റണിയും അതിന്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ. ഹരീഷ് ഖാനായിട്ട് ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം. അവർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഹരീഷിന് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവരെ ഹരീഷ് ഖാനാന്റെ ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ പറയുന്ന ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല. ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാം പോയിട്ട് ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വിളിച്ചു, ഇന്ന പോലെയാണ് സംഭവം, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്താൽ മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ അദ്ദേഹത്തിന് പേരാണ് വെച്ചപ്പോൾ അത് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത്? പെട്ടെന്ന് ഈ ഹരീഷ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്താണ്? എനിക്കതിനെപ്പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിന് ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ചെയ്തോപകാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ കുറെ നാളെല്ലാം പുള്ളിയുടെ ആൾക്കാരൊക്കെ എടുത്തിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചുവരവാകെങ്കിലും പുള്ളിയുടെ നോക്കാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടി നടത്തിയതായിട്ട് കൊടുത്തിട്ടില്ല. ഈ അമ്മയ്ക്ക് പരാതി കൊടുത്ത ശേഷമാണ് ഇങ്ങനെ സിനിമയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റുന്ന സാഹചര്യമുള്ളതാണ് ഈ പറഞ്ഞ സിനിമയിൽ ചാൻസ് ആക്കി കൊടുക്കുന്നു പറഞ്ഞത്. ഈ പരാതിക്ക് മുൻപാണോ ശേഷം?
ഏതൊരു സിനിമയില് താങ്കൾ ഇടപെട്ട് ചാൻസ് കൊടുത്തു, അത് നടന്നില്ല എന്ന് അതെ, പറഞ്ഞു. ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്. ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തിന് ഈ പടത്തിന് വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിൽ പോയി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 7 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അതെ അങ്ങനെയല്ല, അതെ അത് 20 ലക്ഷം എന്നുള്ളതാണ് അവർ പറയുന്ന കണക്ക്. അതെ അതെ താങ്കളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാം ഈ 7 കൊടുക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിവൃത്തിയില്ല എന്നുള്ളതല്ല, ഇത് ഞാനിപ്പോൾ പുള്ളിക്കെതിരെ എന്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കുകയാണ്. നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെന്നാണ് എല്ലാവരുടെയും തീരുമാനം. കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് തരാനുണ്ട്. അപ്പൊ ഇതിപ്പോ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ കോളേജിൽ പോയിട്ടില്ല. ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത്. കാര്യം പിള്ളേരുടെ ഭാവി പോലും അവതാളത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയത്. ഈ മകൾക്ക് നേരെ ഒരു സൈബർ ആക്രമണം ഉണ്ടായല്ലോ, മകളോട് പ്രതികരിക്കുകയുണ്ടായല്ലോ, അതിനധികം നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മളെ സൈബർ ആക്രമണം നടത്തിയ മോഡൽ പേജിൽ ആക്രമണം നടത്തിയ എല്ലാവർക്കും പരാതി സൈബർ ജഡ്ജി